കുറെ നാളുകൾക്ക് ശേഷമാണ് നെയ്മർ ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത്. വെറും 14 മിനിറ്റാണ് ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ നെയ്മർ കളിച്ചത്. അപ്പൊ നെയ്മർ ഈ 14 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇതാ കണക്കുകൾ പിടിച്ചോ. മൊത്തം 14 തവണയാണ് നെയ്മർ പാസ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ 13 പാസും ആക്യുറേറ്റ്, എന്ന് വെച്ചാൽ 92% പാസ് ആക്യുറസി. ഇനി ഈ ഒരു സമയം കൊണ്ട്, ഈ ഒരു 14 മിനിറ്റ് കൊണ്ട് സുൽത്താൻ 3 ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. 3 ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ തന്നെ 2 ബിഗ് ചാൻസ്, ഒന്ന് വിനീഷ്യസ് ജൂനിയറിനും ഒന്ന് ഗബ്രിയൽ മെഗലസിനും. രണ്ടുപേരും മിസ്സാക്കാണ് ചെയ്തത്. ഇനി വേറൊരു സംഭവം കൂടി, ഷോട്ട് ആക്യുറസി. ഒരു ഷോട്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അത് ഓൺ ടാർജറ്റ്, കറക്റ്റ് ഓൺ ടാർജറ്റ് ആണ്. എന്ന് വെച്ചാൽ ഷോട്ട് ആക്യുറസി 100%. നെയ്മർ എവിടെയും പോയിട്ടില്ല മക്കളെ. ഈ ഒരു 14 മിനിറ്റിൽ, അത് ലെസ് ഇന്റൻസിറ്റിയിലാണ് ബ്രസീൽ അവസാനം ഒരു 20 മിനിറ്റ് കളിച്ചത്. നമ്മളെല്ലാ കളി കണ്ടവർക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം എല്ലാവരും സ്കോട്ട്ലൻഡ് ആയാലും ബ്രസീൽ ആയാലും അറ്റാക്കിങ്ങിന് അധികം ശ്രമിക്കാണ്ടാണ് കളിച്ചത്. പക്ഷെ ആ ഒരു 20 മിനിറ്റ് കൊണ്ട് നെയ്മർ തന്റെ റിതം തിരിച്ചെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ വെറും 14 മിനിറ്റ് കൊണ്ട് 3 ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് പറയണത്, നെയ്മർ 90 മിനിറ്റ്സ് കളിച്ചാലപ്പോ ഊഹിച്ചു നോക്കിയേ. ഈ 14 മിനിറ്റിൽ 3 ചാൻസസും 2 ബിഗ് ചാൻസസും ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞെങ്കിൽ 90 മിനിറ്റ്സ് കളിക്കുന്ന നെയ്മറെ ഏതൊരു ടീമും ഭയപ്പെടണം. പണ്ടത്തെ നെയ്മർ എവിടെയും പോയിട്ടില്ല. പ്രൈം നെയ്മർ അവിടെ തന്നെയുണ്ട് എന്ന് തെളിയിക്കുന്ന സ്റ്റാറ്റ്സ് ആണ് ഇന്ന് വന്നിരിക്കണേ. ബാക്കി വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടിയതിന് ശേഷം വീഡിയോ ചെയ്യാം.